വെറും 20 രൂപയുടെ എൻട്രി ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയാൽ ഒരുപാട് കാഴ്ചകൾ കാണാനാവുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സയൻസ് പാർക്കാണ് ഇന്ന് നിങ്ങളെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. മ്യൂസിക്കൽ ഫൗണ്ടൈൻ, സ്കൈ സൈക്ലിംഗ്, സിപ്പ് ലൈൻ, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, കയാക്കിംഗ്, പെഡൽ ബോട്ട്, സോർബിംഗ് ബോൾ, വോർട്ടെക്സ് ടണൽ, ഡാഷിംഗ് കപ്പ്, ട്രാക്ലെസ് ട്രെയിൻ, ഒക്ടോപ്പസ് റൈഡ്. ഇനി കിഡ്സിന് വേണ്ടിയാണെങ്കിൽ ബൗൺസി കാസ്റ്റിൽ, കിഡ്സ് ട്രംപോളിൻ, ഹാൻഡ് പെഡൽ ബോട്ട്, കിഡ്സ് ബാറ്ററി കാർ, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. ഇതിൽ ഓരോന്നിൽ കയറാൻ എന്ത് റേറ്റ് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഈ കാണുന്നതാണ് കളമശ്ശേരിയിൽ വരുന്ന ചിൽഡ്രൻസ് സയൻസ് പാർക്കിൻ്റെ എൻട്രൻസിൻ്റെ മുൻപിൽ തന്നെ കോംബോ പാക്കിൻ്റെ റേറ്റുകളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 6 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് വേണ്ടി വരുന്ന കോംബോ പാക്ക് 260 രൂപ ഐറ്റംസ് എല്ലാം കൂടി 200 രൂപ കിട്ടും. 6 മുതൽ 12 വയസ്സുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള കോംബോ ഐറ്റംസിൻ്റെ പാക്ക് 610 രൂപ വരുന്നത് 500 രൂപക്ക് കിട്ടും. 12 വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടിയുള്ള 1350 രൂപയുടെ പാക്ക് 950 രൂപ കിട്ടും കേട്ടോ. അപ്പോൾ ഈ 3 കോംബോ പാക്കിലും എന്തൊക്കെ ഐറ്റംസാണ് വരുന്നതെന്ന് ആ ഭാഗം ഒന്ന് പോസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വായിച്ച് നോക്കാൻ പറ്റുള്ളൂ. പിന്നെ സിപ്പ് ലൈനും സൈക്ലിങ്ങിനും ഓരോന്നിനും റേറ്റ് വരുന്നത് 180 രൂപ വെച്ചിട്ടാണ്. ഇപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ 360 രൂപ വരുന്ന സാധനം നമുക്ക് 300 രൂപ കിട്ടും. പിന്നെ പറയുന്നത് 120 സെൻറ്റിമീറ്ററിന് മുകളിൽ ഹൈറ്റ് വേണം, എങ്കിൽ മാത്രമേ അവർ ഈ ആക്ടിവിറ്റി നമ്മളെ ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ എന്നതാണ്. സിപ്പ് ലൈൻ്റെയും സൈക്ലിങ്ങിൻ്റെയും താഴെ തന്നെയാണ് നമ്മുടെ വാട്ടർ ആക്ടിവിറ്റി സോൺ വരുന്നത്. അവിടെയും ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതിൻ്റെ റേറ്റുകളെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ അടുത്ത് പോയിട്ട് കാണിച്ചു തരാം. സോർബിംഗ് ബോളിൻ്റെ റേറ്റ് ഒരാൾക്ക് വരുന്നത് 5 മിനിറ്റ് നേരത്തേക്ക് 100 രൂപയും, 2 പേർക്കാണെങ്കിൽ 200 രൂപയും, 3 പേർക്ക് 250 രൂപയും, 4 പേരുണ്ടെങ്കിൽ 300 രൂപ കിട്ടും. 120 സെൻറ്റിമീറ്റർ മുകളിൽ ഹൈറ്റ് വേണം എന്നുള്ളതാണ് നിബന്ധന. ഇനി പെഡൽ ബോട്ടാണെങ്കിൽ 2 സീറ്ററിൻ്റെ ഇനി 20 മിനിറ്റ് നേരത്തേക്ക് 200 രൂപയും, 4 സീറ്റർ ആണെങ്കിൽ 20 മിനിറ്റ് നേരത്തേക്ക് 300 രൂപയാണ്. ഇനി കയാക്കിങ്ങിൻ്റെ റേറ്റ് വരുന്നതാണെങ്കിൽ സിംഗിൾ സീറ്റിന് 20 മിനിറ്റ് നേരത്തേക്ക് 120 രൂപയും, 2 സീറ്റർ ആണെങ്കിൽ 20 മിനിറ്റ് നേരത്തേക്ക് 200 രൂപയാണ്. കയാക്കിങ്ങിന് 15 വയസ്സിന് മുകളിൽ പ്രായം വേണം എന്നുള്ള നിബന്ധനയും അവിടെ വയ്ക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ വരുന്ന പൊതുവെയുള്ള റേറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ എല്ലായിടത്തും എല്ലാ റേറ്റും കാര്യങ്ങളും അവർ കറക്റ്റായിട്ട് തന്നെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ പോയി ചോദിക്കേണ്ട ആവശ്യം പോലും ഇല്ല. നമുക്ക് ആവശ്യമുള്ള ഏതാണെന്ന് വെച്ചാൽ ആ കൗണ്ടറിൽ പോയി നേരെ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറാം. സാറ്റർഡേ, സൺഡേ, അങ്ങനെ വീക്കെൻഡ് സമയത്ത് ഹോളിഡേ ഒക്കെ കുറച്ച് തിരക്കുണ്ടാവും. എന്നാലും ബാക്കി വീക്ക് ഡേയ്സിൽ നിങ്ങൾ വൈകുന്നേരം സമയങ്ങളിൽ ഇവിടെ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ആക്ടിവിറ്റിയും പങ്കെടുത്ത് സൂപ്പറായിട്ട് എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് പോകാനും പറ്റും കേട്ടോ. ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മുടെ കളമശ്ശേരി HMT ജംഗ്ഷനുള്ളിലേക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് തന്നെയാണ് ഇത് വരുന്നത്. ഈ ഊഞ്ഞാൽ, സ്ലൈഡർ തുടങ്ങി ഈ ഗ്രൗണ്ടിൽ കാണുന്ന ഈ ഐറ്റംസിനൊന്നും സെപ്പറേറ്റ് റേറ്റും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടതില്ല. അതുപോലെ നമ്മുടെ മ്യൂസിക്കൽ ഫൗണ്ടനൊക്കെ കാണുന്നതിനും സെപ്പറേറ്റ് ടിക്കറ്റ് ഒന്നും എടുക്കേണ്ടതില്ല. അതൊക്കെ കോമൺലി എല്ലാവർക്കും കാണുന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ ഈ കാണുന്നതാണ് ഹാൻഡ് പെഡൽ ബോട്ട്, ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ളത്. അങ്ങനത്തെ ഓരോ ഐറ്റംസിനൊക്കെയാണ് നമുക്ക് അകത്ത് കയറിയ ശേഷം എക്സ്ട്രാ അഡ്വാൻസ് പൈസ കൊടുത്ത് നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. ഇതൊക്കെ നമ്മൾ പല ഉത്സവത്തിലും സംഭവങ്ങളൊക്കെ ഇതുപോലത്തെ കാണുന്നുണ്ടെങ്കിലും ഇത് പെർമനൻ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടിരിക്കുന്ന വാട്ടർ ടാങ്കും സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു പക്ക ഫിനിഷിങ്ങും മെയിൻ്റനൻസും എല്ലാ സംഭവങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ ഉത്സവങ്ങളും പെരുന്നാളുകളൊക്കെ വരുമ്പോൾ അവിടെ വെള്ളത്തിൻ്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മോശമാകാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, എല്ലാം പ്രോപ്പർ വേയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് ട്രാക്ലെസ് ട്രെയിൻ. അപ്പോൾ അതിൽ നമുക്ക് ടിക്കറ്റ് എടുത്ത് കയറാം. അതുപോലെ കോംബോ പാക്കിൽ കുട്ടികൾക്കും മറ്റു വലിയവർക്കും വരുന്ന കോംബോ പാക്കിലൊക്കെ ഈ ഒരു ട്രാക്ലെസ് ട്രെയിനും അതിൻ്റെ ചില കോംബോകളിൽ വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് പോകാം. അതുപോലെ കുട്ടികൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഓടി നടക്കാനുള്ള ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ കുട്ടികളെ നമ്മൾ തുറന്നു വിട്ടുമ്പോൾ നമ്മുടെ ഒരു ശ്രദ്ധയും കൂടി വേണം. ഇപ്പോൾ ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ഒന്ന് ശ്രദ്ധിച്ച് നോക്കി. ഇപ്പോൾ ഈ കാണുന്ന കുട്ടി കാല് വെച്ചപ്പോൾ അറിയാതെ ഒന്ന് കാല് മിസ്സായി പോയതാണ്, സ്റ്റെപ്പ് മിസ്സായി പോയപ്പോഴാണ് അങ്ങനെ വീണത്. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. പക്ഷേ അപ്പോൾ നമ്മൾ കുട്ടികളെ ഇതുപോലെ പാർക്കിൽ നമ്മൾ കളിക്കാനായിട്ടൊക്കെ ആയിട്ട് വിടുമ്പോൾ നമ്മുടെ ഒരു ശ്രദ്ധ എന്തുകൊണ്ടും വേണം. അങ്ങനെയൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുട്ടികളെ അങ്ങോട്ട് തുറന്നു വിട്ടിട്ട് നമ്മുടെ വഴിക്ക് പോകരുത്. നമ്മൾക്ക് അതിൻ്റേതായ ഒരു അറ്റൻഷൻ അവിടെ വേണം. പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്ക് നല്ല ഓടി നടക്കാൻ പറ്റിയ അടിപൊളി പിള്ളേരാണെങ്കിൽ പിന്നെ അവരെ നോക്കണ്ട, അവരവരുടെ വഴിക്ക് അങ്ങോട്ട് തകർത്ത് നടന്നോളും. സാധാരണ വീക്ക് ഡേയ്സിൽ വൈകിട്ട് 4 മണി മുതൽ രാത്രി 9 മണി വരെയും, സൺഡേ അല്ലെങ്കിൽ പബ്ലിക് ഹോളിഡേയിലൊക്കെ രാവിലെ 10 മണി തൊട്ട് രാത്രി 9 മണി വരെയാണ് ഇവിടെ സമയം വരുന്നത്. പിന്നെ രാവിലെ മോർണിംഗ് വാക്കിന് വേണ്ടി തുറന്നു കൊടുക്കാറുണ്ട്. രാവിലെ 6 മണി മുതൽ 9 മണി വരെ മോർണിംഗ് വാക്കിനും കൊടുക്കാറുണ്ട് കേട്ടോ. എൻട്രി ടിക്കറ്റ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതാണ്, 20 രൂപയാണ് എൻട്രി ടിക്കറ്റ് വരുന്നത്. അതുപോലെ 8D തിയേറ്റർ വരുന്നുണ്ട്. അതിൻ്റെ വിഷ്വൽ നമുക്ക് എടുക്കാൻ സമയം കിട്ടിയില്ല. അതിന് 50 രൂപയാണ് മുതിർന്നവർക്ക് ടിക്കറ്റ് വരുന്നത്. കുട്ടികൾക്ക് റേറ്റ് കുറവുണ്ട് കേട്ടോ. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് അടിച്ചു പൊളിച്ച് ഒരു സായാഹ്നം ചിലവഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി വൈബുള്ളൊരു സ്ഥലമാണ്. ഉച്ച സമയത്ത് ഈ പറഞ്ഞ പോലെ സൺഡേ ഹോളിഡേ ഒക്കെ പറയുകയാണെങ്കിൽ ഉച്ച സമയത്ത് നല്ല വെയിലായിരിക്കും. വൈകുന്നേരങ്ങളിലാണ് കൂടുതൽ അഭികാമ്യം. മ്യൂസിക് ഫൗണ്ടൈൻ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ 7 മണിക്കും 8 മണിക്കും ഓരോരോ ഷോ ഉണ്ടാവുന്നതാണ്. ഏകദേശം ഒരു 15 മിനിറ്റ് 20 മിനിറ്റിൻ്റെ ഇടയിലാണ് അതിൻ്റെ ഒരു സമയം, അതിൻ്റെ ഒരു ടൈമിങ് വരുന്നത്. അത്രയും ഡ്യൂറേഷനാണുള്ളത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 8D തിയേറ്ററിൽ വരുന്ന വിഷ്വൽസ് സിമുലേഷൻ മോഡലാണ്. അപ്പം നമുക്കത് നല്ലൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ അവിടെയും ഏകദേശം ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഷോയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ എന്തുകൊണ്ട് കയറി കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്.
നമ്മളവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ട്രാക്ക്ലെസ് ട്രെയിൻ, അതായത് റോട്ടിൽ കൂടി പോകുന്ന ട്രെയിൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്, ട്രാക്കിലൂടെ അല്ലാതെ സാധാരണ ആളുകൾ നടന്നു പോകുന്ന വഴിയിലൂടെ. അപ്പോൾ അതിന് അധികം ക്യാബിനുകളൊന്നുമില്ല, 4 ക്യാബിൻ എന്തോ ഉള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ ട്രാക്ക് യാത്ര ആരംഭിച്ചു. അപ്പോൾ അതിൻ്റെ വിഷലും കൂടി നമ്മൾ എടുത്തതാണ്. അപ്പോഴേക്കും നമ്മുടെ സമയം ഏകദേശം 7 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ ആളുകളെല്ലാം കൂടി ആ വാട്ടർ ഫൗണ്ടെയിൻ, അതായത് മ്യൂസിക്കൽ ഫൗണ്ടെയിൻ തുടങ്ങുന്ന ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കും അതിൻ്റെ ഒരു വീഡിയോ എടുക്കുക എന്നുള്ളതായിരുന്നു ഈ പാർക്കിൽ കയറിയപ്പോൾ നമ്മുടെ ഒരു മെയിൻ ലക്ഷ്യം. അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ബൗൺസിങ് കാസ്റ്റിൽ വരുന്നത്. നമ്മൾ ഉത്സവത്തിനും പെരുന്നാളിനും കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അതിനപേക്ഷിച്ച് ഇതിനെക്കൊണ്ട് കുറച്ചും കൂടി വലുതാണ്. പിന്നെ അതുപോലെ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള സംഭവമായിട്ട് തന്നെ എനിക്ക് തോന്നി. കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ എവിടെ ഒരു വീഡിയോ കണ്ടതാണ്. ഇതിലും അപകട സാധ്യതയുണ്ട്. നമുക്ക് പതിവില്ലാത്തൊരു അപകട സാധ്യത ഉള്ളത് മുകളിൽ ഇതിൻ്റെ അകത്ത് എയർ ബ്ലോവിങ് പരിപാടിയാണ്. അപ്പോൾ എയർ പുറത്തേക്ക് പോകുന്ന ഒരു വഴിയുണ്ട്. അപ്പോൾ അത് മുകൾ ഭാഗത്തൊക്കെ ആണെങ്കിൽ കുട്ടികൾ അറിയാതെ അതിൻ്റെ അകത്ത് വീഴാനുള്ളൊരു സാധ്യത കാണിച്ചുകൊണ്ടൊരു വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അപ്പോൾ അവർ അപകട സാധ്യത അവിടെ നിലനിർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികൾ അതിനകത്തേക്ക് കയറ്റിവിട്ടാൽ കുട്ടികൾ അതിനുള്ളിൽ തന്നെ സേഫാണ്. അതുകൊണ്ട് നമ്മൾ നോക്കേണ്ടതില്ല എന്നുള്ളൊരു ധാരണ വേണ്ട. നമ്മൾ കുട്ടികളെ അതിനകത്ത് കയറ്റിവിട്ടാലും നമ്മുടെ ഒരു ശ്രദ്ധ അവിടെ വേണം. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഇനി നമ്മുടെ മ്യൂസിക്കൽ ഫൗണ്ടൻ്റെ ഭാഗത്തേക്ക് പോകാം. അത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് തിരിഞ്ഞാൽ തന്നെ അവിടെ കുട്ടികൾ അവിടെ കയറ്റി എടുത്താലും നമുക്ക് മ്യൂസിക്കൽ ഫൗണ്ടൻ്റെ കാഴ്ചകൾ അവിടെ നിന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു 7 മണി സമയം അടുത്തപ്പോഴൊക്കെ എല്ലാവരും ആ മ്യൂസിക്കൽ ഫൗണ്ടൻ്റെ തൊട്ടടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ തൊട്ടടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കൽ ഫുൾ ഫ്രെയിമിൽ കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് ബാക്ക് പോയി നിന്നിട്ടാണ് എടുക്കുന്നത്. ലുലു മാളിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് അവരുടെ ഒരു സ്പോൺസർഷിപ്പിലൊക്കെ ആയിരിക്കാം ഈ പരിപാടി നടക്കുന്നത്. നമ്മുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ച സ്ഥലങ്ങൾ കൂടാതെ ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാൻ വേറെയും ഉണ്ട്. അതായത് പുറകിൽ ഒരുപാട് മരങ്ങളും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച ഒരു പാർക്കുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ഗാർഡനിങ് ഏരിയ വരുന്നുണ്ട്. ബട്ടർഫ്ലൈ പാർക്ക് പോലത്തെ സെറ്റപ്പൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഷൂട്ടിംഗ് ഏരിയ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വീഡിയോയിൽ കൊള്ളിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ സയൻസ് പാർക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് ചെറിയൊരു കറക്കം, ഒരു ദിവസത്തെ കറക്കം അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേ സായാഹ്നത്തെ വൈകുന്നേരങ്ങളിലെ ഒരു കറക്കമൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊരു ദയവായി നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയെ കൊണ്ട് വന്നേക്കാം. മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.